ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള ബോളിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ പായസത്തിൻ്റെ ഒക്കെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പോളം കടലപ്പരിപ്പാട്ടോ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുള്ളതാട്ടോ. അപ്പോൾ ഈ ഒരു കടലപ്പരിപ്പ് അത് നമുക്കിനി നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്ത് ഒരു കുക്കറിലോട്ട് മാറ്റിയെടുക്കാം. കടല കുതിരാനായിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും ഇടണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലപോലെ കുതിർന്ന് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് വല്ലാണ്ട് വേവായിട്ട് അലിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് 2 വിസിലൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയേ. ഇനി അതിന് നമുക്കൊരു കവറിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ ആട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 2 പിഞ്ചോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പോളം വെള്ളം എടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് കൈവച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണേ. അപ്പോൾ അതാ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കൈവച്ചിട്ടൊക്കെ തൊടുന്ന ടൈമിൽ ഒട്ടി വരുന്ന ആ ഒരു പരുവത്തിലാട്ടോ നമുക്കിതൊന്ന് ആക്കിയെടുക്കേണ്ടത്. അല്ലേ, ഈ ഒരു രീതിയിലാണ് ഇത് ആക്കിയെടുക്കേണ്ടത്. ഇങ്ങനെ ലൂസായിട്ടുള്ള മാവാക്കിയിട്ടാട്ടോ ആക്കിയെടുക്കേണ്ടത്. നമുക്ക് നല്ല തിന്നായിട്ടുള്ള കവറിങ്ങാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് അത് ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒന്നല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഏതും യൂസ് ചെയ്യാം. അത് നമുക്ക് അതിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ട് കുറച്ച് ടൈം നമുക്ക് ഇതൊന്ന് അടിച്ച് വെക്കണം. ഏകദേശം ഒരു 1/2 മണിക്കൂറിൻ്റെ മുകളിൽ കണ്ട് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. നല്ല പോലെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് ഓയിൽ ഒഴിച്ച് വെക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ ആ ഒരു തിന്നായിട്ട് നമുക്ക് മാവ് നല്ല ലൂസായിട്ട് കിട്ടുമല്ലേ. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അത് കടലപ്പരിപ്പൊക്കെ നല്ല പോലെ വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലേ, അതുപോലെ ഉടഞ്ഞു വരുന്ന രീതിയിലാണ് നാക്കിയെടുക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് കടലപ്പരിപ്പ് ഒന്ന് മാറ്റിയിട്ട് എടുക്കണേ. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ, സ്റ്റൗവിൽ ഞാനിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു കടലപ്പരിപ്പ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കതിലേക്ക് ഒരു 1/2 കപ്പോളം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 കപ്പോളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു പഞ്ചസാരൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും. അതിൽ ആൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ അതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ഇപ്പോൾ അത് പഞ്ചസാരക്ക് മെൽറ്റായി ഏകദേശം ഒന്നിങ്ങനെ ഡ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആക്കി എടുക്കരുത്. ആ ഒരു ടൈമിൽ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ഏലക്കപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം തന്നെ ജാതിക്കൻ്റെ പൊടിയും കൂടി ആട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതൊന്ന് തണുത്ത് വന്നാൽ മിക്സിയുടെ ചെറിയ ജാറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഈ ഒരു കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പകുതി അങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഒട്ടും തരികളില്ലാണ്ട് നല്ല നൈസാക്കിയിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണേ. അപ്പോൾ കുറഞ്ഞ അളവിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല നൈസാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും ഇങ്ങനെ തരികളൊന്നും ഇല്ലാത്ത രീതിക്ക് വേണം പൊടിച്ചെടുക്കാൻ. ഇനി അത് നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഈ ഒരു രീതി തന്നെ അങ്ങ് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ എല്ലാം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈവച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നമുക്കിതൊന്ന് ഉരുട്ടിയിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് എടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ചെറിയൊരു പോർഷൻ ഇതുപോലെ അങ്ങ് എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ അങ്ങ് ഉരുട്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈസിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതിയേ.
അപ്പോൾ അതാ ഞാൻ എല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 12 എണ്ണമാണ് അത് വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫില്ലിങ്സ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കവറിങ് ആണ് കേട്ടോ ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ നമുക്ക് കവറിങ് റെഡിയാക്കി എടുക്കാനുള്ളത് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ഓയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് എടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ അങ്ങ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അല്ലാണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ? ഇതുപോലെ ഇങ്ങനെ വലിഞ്ഞ് വരുന്ന ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു മാവ് ആക്കിയെടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല നൈസായിട്ട് ആക്കിയെടുക്കാം. ഷീറ്റ് അതിൻ്റെ പുറമെയുള്ള ആ കവറിങ് നല്ല നൈസാക്കിയിട്ട് ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു കുറഞ്ഞ പോർഷൻ എടുക്കാം കേട്ടോ. അതുപോലെ ചെറിയൊരു പോർഷന് ഇതുപോലെ അങ്ങ് എടുത്താൽ മതി. അതിനുശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് പരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ അങ്ങനെ കണ്ടില്ല, അങ്ങനെ നമുക്കിങ്ങനെ വലിഞ്ഞ് കിട്ടും മൈദ ആയതുകൊണ്ട് തന്നെ. പിന്നെ അത്രയും നല്ല സോഫ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ മാവ് ആക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ അങ്ങ് ആക്കിയെടുക്കാം. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മൾ ആ ഒരു ഫില്ലിങ്സ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ അങ്ങ് കവർ ചെയ്തെടുത്താൽ മതി. ഇതേപോലെ കവർ ചെയ്തെടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ആ ഒരു മൈദ ഉണ്ടല്ലോ, ആ ഒരു ബാക്കിയുള്ളത് ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്താൽ അങ്ങനെ കട്ട് ചെയ്ത് പോരും ചെയ്യും കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കിയെടുക്കാം. എന്നിട്ട് ഇത് ആ ഒരു ഭാഗം പ്രസ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് പരത്തിയിട്ട് എടുക്കണേ. അതുപോലെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരിപ്പൊടി എടുത്തിട്ട് അരിപ്പൊടി എടുത്തിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണേ. അതിനുശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടി ബോർഡിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്നങ്ങ് പരത്തിയിട്ട് എടുക്കാം കേട്ടോ. നല്ല തിന്നായിട്ടാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. പൊട്ടിപ്പോവാണ്ട് നമ്മൾ ശ്രദ്ധിച്ച് പതുക്കെ അങ്ങ് പരത്തിയിട്ട് എടുത്താൽ മതി കേട്ടോ. അരിപ്പൊടിയൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഒന്ന് തട്ടി കൊടുത്താൽ മതി. ഇതുപോലെ അങ്ങ് പരത്തിയിട്ട് എടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ചെയ്താൽ മതി. ഇനി എക്സ്ട്രാ അരിപ്പൊടിയൊക്കെ നിൽക്കുന്നുണ്ടതിനെ ഇതുപോലെ അങ്ങ് തട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഞാൻ ഓരോന്നായിട്ട് കാണിക്കുന്നില്ലേ. ഇനി നമ്മളതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കല്ല് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കല്ലൊന്ന് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. അത് താഴ്ഭാഗം ചൂടായി വരുന്നതോട് കൂടിയിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ചെറിയ കുമിളകൾ വരും കേട്ടോ. അപ്പോൾ അതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും അങ്ങ് ചുട്ടെടുക്കുക കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങിയിട്ട് വരും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ഒക്കെ വെച്ച് നമ്മൾ ചെയ്തെടുത്തതല്ലേ. അപ്പോൾ അതുപോലെ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് ആ ഒരു അങ്ങ് ചുട്ടെടുത്താൽ മതി കേട്ടോ. ഏകദേശം അതൊന്ന് കുക്കായി വന്നു എന്ന് കണ്ടാൽ നെയ്യ് എടുത്തിട്ട് അതിന് മുകളിൽ ജസ്റ്റ് ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം അത് മറിച്ചിട്ട് കൊടുത്ത് ആ താഴ്ഭാഗത്തും അതുപോലെ തന്നെ അങ്ങ് നെയ്യൊന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ ഇത് ലാസ്റ്റിൽ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഫസ്റ്റിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പാടില്ല. അങ്ങനെ അങ്ങ് മുരിഞ്ഞു പോകും കേട്ടോ. ഇത് ലാസ്റ്റിൽ ഇതുപോലെ അങ്ങ് ചെയ്ത് പെട്ടെന്ന് തന്നെ അങ്ങ് ഇതിൽ നിന്ന് അങ്ങ് എടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൽ നിന്ന് അങ്ങ് കോരി എടുക്കുക. അത് വേവായതിന് ശേഷം ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ അതൊക്കെ ഇതുപോലെ അങ്ങ് എടുക്കുക. ഇതാകണില്ലേ. അപ്പോൾ നമ്മുടെ ബോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതിയിട്ട്. ഞാൻ ഓരോന്നായിട്ട് കാണിക്കുന്നില്ലേ. അപ്പോൾ അതാ എല്ലാം ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ആളുകളൊക്കെ പായസം ഇതിന് ഒഴിച്ചിട്ട് ഇതും കൂടി കൂട്ടിയിട്ടാട്ടോ അവർ കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാട്ടോ. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഇന്നലെ ഒരു പിങ്ക് പാരഡ പായസത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഇതുപോലെ ഒരു ബോളി ഉണ്ടാക്കിയിട്ട് കഴിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.